ഹായ് എവ്രി വൺ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വൈകുന്നേരമുള്ള ഒരു ക്രിസ്മസ് സെലിബ്രേഷനാണ് കേട്ടോ. അത് ഒരു മങ്കയുടെ ഒരു ക്രിസ്മസ് സെലിബ്രേഷനാണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് പോകുന്നുണ്ട്. അവിടെ കുറേ കൾച്ചറൽ പ്രോഗ്രാംസും പരിപാടികളും അതും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് കവർ ചെയ്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് രണ്ട് രാവിലെ നമ്മൾ ചെയ്ത കാര്യങ്ങളും ഞാൻ ചെയ്ത കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. മേ ബി യു വിൽ എൻജോയ് ബിക്കോസ് ഐ കെയിം ടു ദ നെയിൽ സ്പാ ഫോർ ഗെറ്റിംഗ് മൈ മെനിക്യൂർ ഡൺ. അപ്പോൾ അതും കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ഇതാ ഈ ഒരു കിച്ചൺ നെയിൽ ബാർന്ന് എഴുതിയിരിക്കുന്ന ഇവിടെയാണ് ഞാൻ അപ്പോയിൻമെൻറ്റ് എടുത്തിരിക്കുന്നത്. 11 o'clock അപ്പോയിൻമെൻറ്റാണ് കേട്ടോ. ഇതെല്ലാം ഒരു ക്രിസ്മസ് തീമിൽ ചെയ്തിരിക്കുന്ന നെയിൽ ആർട്ടാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്യാൻഡി കെയിൻ ആണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിന് ശേഷമുള്ളത് ക്രിസ്മസ് കളർ റെഡ് ആൻഡ് ഗ്രീൻ. പിന്നീടുള്ള ക്രിസ്മസ് ട്രീ ആണ് വിത്ത് എ സ്റ്റാർ ഓൺ ടോപ്പ്. ആൻഡ് ദെൻ തേർഡ് വൺ വൈറ്റിൽ ക്രിസ്മസ് ട്രീ ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് സ്നോഫ്ലേക്സ്. അപ്പോൾ ഇതെല്ലാം റെഫറൻസ് ഞാൻ തന്നെ കൊടുത്തതായിരുന്നു കേട്ടോ. ഇപ്പം ഏകദേശം ഒരു 12:45 കേട്ടോ. ഒരു 1.5 മണിക്കൂർ എടുത്തു നെയിൽ ചെയ്ത് തീരാനായിട്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും സാൻഡ്വിച്ചോ എന്തെങ്കിലും കഴിക്കാനായിട്ട് പോകാമെന്ന് വിചാരിച്ചു. നന്നായിട്ട് വിശക്കുന്നുണ്ട്. പിന്നെ ഒത്തിരി ഹെവി ആയിട്ട് കഴിക്കേണ്ട. വൈകുന്നേരം ഒരു 5 course ഡിന്നറുള്ള ഒരു പാർട്ടിയാണ്. അപ്പോൾ അതിനുള്ള സ്ഥലം ഇട്ടേക്കണമല്ലോ. അങ്ങനെ അപ്പോൾ പെറ്റ് സ്മാർട്ട് കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു ജ്യൂസിന് എൻ്റെ പൂച്ചക്കുട്ടിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ക്രിസ്മസിന് വേണ്ടിയിട്ട് വാങ്ങാമെന്ന് ഓർത്തിട്ട് കയറി. അപ്പം നോക്കിയപ്പം ക്രിസ്മസിൻ്റെ ഡ്രസ്സൊക്കെ എല്ലാം വന്നിരിപ്പുണ്ടായിരുന്നു. ഇതെല്ലാം ഡിഫറെൻറ്റ് ഡ്രസ്സസ്സാണ് ഫോർ ഡിഫറെൻറ്റ് പെറ്റ്സ് ആൻഡ് വിൻ്റർ വെയർ ഒക്കെ ആയിട്ടുള്ള ഡ്രസ്സസ്സാണ്. ഇത് നോക്കുകയാണെങ്കിൽ ഇത് സ്ക്വിറലിന് വേണ്ടിയിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഞാൻ നമ്മുടെ ബ്രൂസിന് വേണ്ടിയിട്ട് ഒരു ക്രിസ്മസ് ഡ്രസ്സെല്ലാം വാങ്ങി നമ്മൾ പേ ചെയ്ത് ഞാൻ വെളിയിൽ ഇറങ്ങി. സാൻഡ്വിച്ച് ഒന്നും കിട്ടിയില്ല. അപ്പം ഞാൻ വീണ്ടും ഒരു ബർഗറിൽ തന്നെ ഒതുക്കി. കാരണം ഒരുപാട് സമയം ഉണ്ടായിരുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനായിട്ട്. അപ്പോൾ ആ ബർഗർ കഴിച്ചിട്ട് ഞാൻ വേഗം വീട്ടിലേക്ക് പോയി. ഞാൻ വീട്ടിൽ വന്നു. ഇപ്പോൾ ഒരു 2:30 ആയിട്ടുണ്ട് ഏകദേശം സമയം. ഇനി എനിക്ക് എൻ്റെ ഗൗൺ ഒന്ന് ഓൾട്ടർ ചെയ്യണം. ഞാൻ എൻ്റെ ഒരു ആക്ച്വലി ക്രിസ്മസ് സെലിബ്രേഷൻ ഇടാൻ വേണ്ടിയിട്ട് ഞാനൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്തൊക്കെ തയ്ച്ച് ഇന്ത്യയിൽ നിന്ന് കൊറിയർ ഇട്ടു. കൊറിയർ ഡിലേ ആയി. അതുകൊണ്ട് എനിക്ക് എന്തായാലും ഇന്ന് കിട്ടില്ല. ഇനിയിപ്പോൾ അത് ആക്ച്വൽ ക്രിസ്മസിൻ്റെ ദിവസം ഇടാനേ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ ദിവസത്തേന് ഒരു ഗ്രീൻ തീമിൽ നോക്കിയപ്പോൾ എൻ്റെ ഒരു നേരത്തെ ഞാൻ ഇട്ട ഒരു ഗൗൺ ഇരിപ്പുണ്ട്. പക്ഷേ അത് ഫിറ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒന്നുകൂടെ ഒന്ന് ഓൾട്ടർ ചെയ്ത് അതൊന്ന് ശരിയാക്കണം. ടൈറ്റാണ്. അപ്പോൾ അതൊന്ന് ഓർഡർ ചെയ്ത് ശരിയാക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് 1-2 ക്രിസ്മസ് ഗിഫ്റ്റ്സൊക്കെ പാക്ക് ചെയ്യണം. അവിടെ വരുന്ന നമ്മുടെ 1-2 ഫ്രണ്ട്സിന് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇനി ക്രിസ്മസിന് മുമ്പ് അവരെ വീണ്ടും കണ്ടില്ലെങ്കിലോ അപ്പോൾ പിന്നെ നമുക്ക് ഇപ്പോൾ തന്നെ കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. എന്നിട്ട് 4:30 ആകുമ്പോൾ ഇറങ്ങണം. 2 മണിക്കൂറേ ഉള്ളൂ. ഗൗൺ ഓൾട്ടർ ചെയ്യാനൊന്നും നേരം കിട്ടിയില്ല. അങ്ങനെ ഞാനൊരു ചന്തേരി സിൽക്കിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് പോയി. ഇത് നമ്മുടെ പ്രോഗ്രാം ചീഫ് ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞു. സാന്റയും ഫോട്ടോ ബൂത്തും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ അടിപൊളി സെലിബ്രേഷനും DJയും ഡാൻസും ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ പോവാണ്. മെറി ക്രിസ്മസ് ടു ഓൾ ഓഫ് യു.